CSIR സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലേക്കുള്ള സെലക്ഷൻ, സാലറി, ഒഴിവ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ ഹോം പേജിൽ കയറുമ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഫോർ യു എന്ന് പറഞ്ഞിട്ടും ഒക്കെ ആയിട്ടായിരിക്കും വീഡിയോസ് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങളിത് ആ വീഡിയോസ് എന്നുള്ള ഭാഗം അവിടെ സെലക്ട് ചെയ്യാം. വീഡിയോസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഡേറ്റ് അടിസ്ഥാനത്തിൽ ചെയ്ത വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർഡറിൽ കാണാൻ പറ്റും. അപ്പോൾ BHELൻ്റെ, KSDPLൻ്റെ, BITM, IOCL, THDC, GDSൻ്റെ ഒക്കെ 10ാം ക്ലാസ് യോഗ്യത മതി. നിങ്ങളുടെ നിയറസ്റ്റ് ആയുള്ള പോസ്റ്റ് ഓഫീസിൽ ജോലിയാണ്. അതോടൊപ്പം അതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വീഡിയോ 2 വീഡിയോ അടുത്തടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് CSIR തിരുവനന്തപുരത്ത് വേക്കൻസിയുടെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ വീഡിയോ കിടക്കുന്നുണ്ട്. ഇന്ത്യൻ നേവി, അതുപോലെ തന്നെ നിങ്ങൾക്ക് HCL, അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ജസ്റ്റ് 10ാം ക്ലാസ് അതുപോലെ +2 ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. പെർമനൻറ്റ് വേക്കൻസിയാണ്. പ്രൊമോഷൻ സാധ്യതയുണ്ട്. നല്ല സാലറിയും കാര്യങ്ങളൊക്കെ പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെതാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വേക്കൻസി നിങ്ങൾക്ക് ഇതിന്ന് നോക്കിയിട്ട് കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാം. ടെലഗ്രാം, വാട്സപ്പ് ചാനലൊക്കെ നിങ്ങൾ രണ്ടിലും ജോയിൻ ചെയ്തിടുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇതവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോവേഴ്സ് ഇതിൽ ജോയിൻ ചെയ്യാം. എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മിസ്സാതെ കിട്ടും. അങ്ങനെ നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. CSIR സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്, റൂർക്കി. ഇതിൽ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 11, അതായത് ഫെബ്രുവരി 11 മുതൽ നിങ്ങൾക്ക് മാർച്ച് 7 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്നാണ് നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് JST 281 ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ്. 3 വേക്കൻസിയാണ് ഇതിൽ. ജനറൽ വേക്കൻസിയാണ് 3 വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പേ ലെവൽ 25,500 മുതൽ 81,100 ആണ്. 27 ആണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിനടുത്ത് JSA നിങ്ങൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജനറലാണ്. ഇതിൽ 10 വേക്കൻസി ഉണ്ട്. ജനറലിന് 6 വേക്കൻസി, SCക്ക് 2, OBCക്ക് 1, EWSന് 1. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇല്ല, അതായത് ഇപ്പോൾ STക്ക് ഇതിൽ വേക്കൻസി ഇല്ല, പക്ഷേ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മോളിൽ ജൂനിയർ സ്റ്റെനോഗ്രാഫറിൽ SC, ST, OBCക്ക്, EWSനൊന്നും റിസർവ്ഡ് വേക്കൻസി ഇല്ല, പക്ഷേ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ജനറൽ വേക്കൻസി ആയതുകൊണ്ട്. ഇനി അടുത്ത ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ആണ്. അതിൽ നമുക്ക് 3 വേക്കൻസി, 3 ജനറലാണ്, റിസർവ്ഡ് വേക്കൻസി ഒന്നുമില്ല. അടുത്ത സ്റ്റോർ ആൻഡ് പർച്ചേസിൽ 3 വേക്കൻസിയാണ്, 3 ജനറൽ വേക്കൻസിയാണ്. ഇതിൽ നമുക്ക് റിസർവേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പേ ലെവൽ 19,900 മുതൽ നിൽക്കണം 63,200 വരെയാണ്. 28 ആണ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ ജനറലിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ജനറൽ ഇതിലേക്കൊന്നും നിങ്ങൾക്ക് റിസർവേഷനോ ഈ പറയുന്ന ഏജ് റിലാക്സേഷനോ കിട്ടില്ല. DR 253 നിങ്ങൾക്ക് ഡ്രൈവറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്. ഒരു വേക്കൻസി ജനറലാണ്. ആർക്കും വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡ്രൈവറിൻ്റെ ഒക്കെ ഇനിയും വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലേക്കൊക്കെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരൊറ്റ പ്രിപ്പറേഷൻ മതി. നിങ്ങൾക്ക് വിവിധ എക്സാമുകൾ നിങ്ങൾ കുറഞ്ഞ വേക്കൻസിയാണെങ്കിലും വിവിധ അപേക്ഷകൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമൊക്കെ അടുപ്പിച്ചുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൽ പേ ലെവൽ 19,900 മുതൽ 63,200 ആണ്. 27 ആണ് ഇതിലേക്ക് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 3 കാറ്റഗറി പോസ്റ്റ് ഉണ്ടായതുകൊണ്ട് കൂടെ കാണാൻ പറ്റും. 3 കാറ്റഗറി പോസ്റ്റ് ഉണ്ടായതുകൊണ്ട്, അതായത് ജനറൽ, F&, അതുപോലെ S&P, 3 ടൈപ്പ് ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് ആദ്യം ജനറലാണെങ്കിൽ ജനറലിന് പ്രിഫറൻസ് കൊടുക്കുക. രണ്ടാമത് S&P ആണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ. അതിനടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് 500 രൂപയുണ്ട്. ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സ്, മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട. എക്സ് സർവീസ്മാന് ഫീ കൊടുക്കേണ്ട. അതുപോലെ SC, ST, PWD കാൻഡിഡേറ്റ്സിനും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട. ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ജൂനിയർ സ്റ്റെനോഗ്രാഫറിൻ്റെ ക്വാളിഫിക്കേഷനാണ് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ സ്റ്റെനോഗ്രഫി പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി അറിഞ്ഞിരിക്കണം. അല്ലാത്ത രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇതിൻ്റെ സ്റ്റെനോഗ്രഫി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഇനി സെലക്ഷൻ പ്രൊസീജിയറിൽ വരുന്നത് ആദ്യം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാലാണ് നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി ടെസ്റ്റ് ഉണ്ടാവും. അത് ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക്
ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഓഫ് എക്സാം +2 ലെവൽ എക്സാം ആണ്. 200 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടോട്ടൽ ടൈം 2 മണിക്കൂർ ഉണ്ടായിരിക്കും. സ്കീം ഇവിടെ കൊടുത്തിട്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ 50 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ്സിൽ 50 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കംപ്രൻഷൻ 100 ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിലും നെഗറ്റീവായിട്ട് 2.5 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കട്ടോ നിങ്ങൾ റോങ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ. പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷൻസി ടെസ്റ്റ്, സ്റ്റെനോഗ്രഫി ടെസ്റ്റുമായി ബന്ധമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അടുത്തത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന പോസ്റ്റ്, ഇതിൻ്റെ സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ എന്താണ്, ജനറൽ അവയർനെസ്, ഇതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്, നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. ഇനി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ ജനറൽ, അതുപോലെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, അതുപോലെ സ്റ്റോർ ആൻഡ് പർച്ചേസ്, ഏതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് +2 പാസ്സാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. ജസ്റ്റ് നിങ്ങൾ +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ തുല്യമുള്ള ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്പീഡ് അതിലൊരു ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിൽ നമുക്ക് 35 വേർഡ് പെർ മിനിറ്റിലുള്ള ഒരു സ്പീഡ്, നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം വരുന്നത് പ്രൊഫഷൻസി ടെസ്റ്റാണ്, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ കമ്പ്യൂട്ടറിൽ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് സാധാരണ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന സ്പീഡല്ല. അപ്പോൾ കുറച്ചൊന്ന് സ്പീഡാക്കി ടൈപ്പ് ചെയ്യാൻ പറ്റണം. പിന്നെ അതിൽ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ടൈപ്പിംഗ് സ്പീഡിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിന് പങ്കെടുക്കാൻ പറ്റുക. അപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക ഇവിടെ. ഓക്കെ, അതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ മെൻ്റൽ എബിലിറ്റി 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ജനറൽ അവയർനെസ് 50, ഇംഗ്ലീഷ് ലാംഗ്വേജ് 50, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ സിലബസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത പോസ്റ്റ് വരുന്നത് ഡ്രൈവറാണ്. ഡ്രൈവറിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എന്ത് വേണമെന്ന് വെച്ചാൽ ലൈസൻസ് വേണം, LMVയും വേണം, HMVയും വേണം കേട്ടോ. ഹെവിയും വേണം, ലൈറ്റും വേണം. 2 മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു 3 ഇയർ എക്സ്പീരിയൻസ്, നമുക്ക് മോട്ടോർ കാർ ജസ്റ്റ് നമുക്ക് 4 വീലൊക്കെ ഓടിച്ചുള്ള ഒരു 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ, മൈനർ ഡിഫക്റ്റൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു മോട്ടോർ മെക്കാനിസത്തെക്കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ വലിയ എന്താണ് ഡിപ്ലോമ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു ഡ്രൈവറിന് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. സെലക്ഷൻ പ്രൊസീജിയറിന് നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് മോട്ടോർ മെക്കാനിസത്തെ കുറിച്ചിട്ടും ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ എന്തൊക്കെ അറിയാമെന്നുള്ളതാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ അതിലുണ്ടാവും. അത് കഴിഞ്ഞ് അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ജനറൽ ഇൻ്റലിജൻസ് 25 ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് 25, ജനറൽ അവയർനെസ് 25, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സാലറിക്ക് പുറമെ ഒട്ടനവധി അലവൻസും DA, HR തുടങ്ങിയിട്ടുള്ള ട്രാൻസ്പോർട്ട് അലവൻസ് തുടങ്ങിയിട്ട് ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി തരും. അതായത് CSIR ഈ പറയുന്ന നമ്മുടെ എന്താണ് ഓക്കെ CSIRൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ വിവിധ റിസർച്ച് ഇതിലേക്കൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന പ്രൊമോഷനിലൂടെ നമുക്ക് കയറാനൊക്കെ പറ്റും കേട്ടോ. ഇനി ഏജ് റിലാക്സേഷൻ ആണ്. ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു റിസർവ്ഡ് വാക്കൻസി ഉണ്ടെങ്കിൽ കേട്ടോ, നിങ്ങളുടെ റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സീക്ക് ചെയ്തൊക്കെ കാണാം കേട്ടോ. ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അടുത്ത പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ SBI കളക്റ്റിലൂടെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ SBI കളക്റ്റിലൂടെ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫീ അടയ്ക്കാം. അപ്പോൾ അത് ഫീ അടച്ചാൽ നമുക്ക് റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഫീ അടച്ചവർ അല്ലാത്തവർ അപ്ലോഡ് ചെയ്യേണ്ട. അതായത് വിമൻ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ SC/ST PWD കാൻഡിഡേറ്റ്സിന് ഫീൽ അവരൊന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ റീസെൻ്റ് ആയുള്ള പാസ്വേഡ് കളർ ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണം, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ഏജ് പ്രൂഫിന് വേണ്ടി നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാദറിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ പേരോ എന്തെങ്കിലും അതിലൊക്കെ മാറ്റുണ്ടെങ്കിൽ അവർ അഫിഡവിറ്റ് തയ്യാറാക്കണമെന്നുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതിൻ്റെ മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് SC/ST PWD എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് തെളിയിക്കുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് അവർ അപ്ലോഡ് ചെയ്യണം. പിന്നെ വേണ്ടത് ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് എക്സ് സർവീസിനുള്ളതാണ്. പിന്നെ നമുക്ക് OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC കാറ്റഗറി സർട്ടിഫിക്കറ്റും വേണം. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കാം, രണ്ടും ഞാൻ കാണിക്കാം. OBC നോൺ ക്രിമിനലിൽപ്പെട്ട, അതായത് ക്രിമിലിയർ വിഭാഗത്തിൽപ്പെട്ടതല്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അതും നമ്മളിതിൽ അപ്ലോഡ് ചെയ്യണം. അത് ഞാൻ കാണിക്കാം വീഡിയോയുടെ അവസാനം. മറ്റേതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ട് അത് ചെയ്യാം, ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് എല്ലാം ഫോർമാറ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇത് SC/ST കാൻഡിഡേറ്റ്സ് ഇറക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി താലൂക്ക് ചെയ്യണം നമ്മൾ. ദെൻ ഇത് OBC കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ഈ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, താലൂക്ക് നിശ്ചയം ചെയ്ത് വാങ്ങണം, അതേ സെയിം ഫോർമാറ്റിലുള്ള. പ്ലസ് അതിൻ്റെ കൂടെ
അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഇതും പാടെ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ പെട്ടതാൽ, അതായത് നമുക്ക് ഈ പറയുന്ന OBC എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ നമുക്ക് 2 ഉണ്ട്. ഒന്ന് ക്രിമിലിയറും ഒന്ന് നോൺ ക്രിമിലിയർ. അപ്പം നമ്മൾ ഈ പറയുന്ന നോൺ ക്രിമിലിയർ പെട്ടതാണ് എന്നുള്ള ഒരു ഡിക്ലറേഷനാണ് കേട്ടോ. ഓക്കെ ഓക്കെ അപ്പോൾ ഇന്ന കമ്മ്യൂണിറ്റി ആണെന്നൊക്കെയാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ ഫുൾ നെയിം, അഡ്രസ്സ്, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, ഡേറ്റ്, ഇത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒന്ന് സ്കാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫില്ല് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, കോൺടാക്ട് ഓൺലൈൻ വാട്സപ്പ് ടീം, ഇതിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഓൺലൈനായിട്ടും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഇതിൽ കോൺടാക്ട് ചെയ്യാം. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.